ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫ്ലേവേഴ്സ് ഓഫ് ലൈഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനങ്ങനെ എന്ത് ചെയ്യണം ആലോചിച്ചിരുന്നപ്പോഴേക്കും വേണ്ട കൊറിയറായിട്ട് നമുക്കിത് ഈ ഒരു വോൾ സ്റ്റിക്കർ കൊണ്ടുവന്നത്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 148 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇത് അകത്തെ ബാത്റൂമിൻ്റെ ആ ഒരു ഡോറിൽ ഒട്ടിക്കാമെന്ന് പറഞ്ഞാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ എനിക്ക് ഇതിൻ്റെ ആ ഒരു നീളവും വീതിയൊക്കെ കണ്ടപ്പോഴേക്കും മനസ്സിലായി അതിന് ഇത് പറ്റൂല, തികയൂല എന്നുള്ളത്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഈ കിച്ചൻ്റെ ഈ ഒരു ഡോറുണ്ടല്ലോ, വളരെ ചെറിയ വീതിയിലുള്ളതാണ്. പക്ഷേ ഇങ്ങനെ പൂപ്പലല്ലോ പായലൊക്കെ പിടിച്ച പോലെ ഇങ്ങനെ പച്ച കളറിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് വൃത്തികേടായിട്ട് കിടക്കണമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ അവിടെ തന്നെ ഒട്ടിക്കാണ്. അങ്ങനെ ഞാനത് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചൊക്കെ ഒന്ന് കൊടുത്തിട്ട് ഞാനത് ഒട്ടിക്കാനൊക്കെ നോക്കി. പക്ഷേ എനിക്ക് മനസ്സിലായി എന്നെക്കൊണ്ടത് പറ്റത്തില്ലെന്ന്. അപ്പോൾ എൻ്റെ അനിയൻ വന്ന് അവനെന്നെ സഹായിച്ചു ഗൈസ്. യെസ്, ഫൈനലി അങ്ങനെ അവൻ അതൊക്കെ വന്ന് അളന്നൊക്കെ നോക്കി എനിക്ക് ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചിട്ട്. അപ്പോൾ ഞാനങ്ങനെ അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ മകൻ ആ ഒരു സ്റ്റിക്കർ വന്ന ആ ഒരു പൈപ്പ് പോലത്തെ സാധനം അത് കൊണ്ടുവന്നൊരു കുത്തു വെച്ചത്. പിന്നെ അതിലൊരു ഹോളിട്ട് അവന് കാണാവുന്ന രീതിയിലൊക്കെ ആക്കി കൊടുത്തപ്പോഴേക്കും അവൻ അതുകൊണ്ട് കളിക്കാൻ വേണ്ടി പോയി. പിന്നെ അതൊക്കെ കട്ട് ചെയ്ത് അവനൊരു കണക്കിനെ ഒട്ടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. പക്ക പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ലെങ്കിലും ഒരു കണക്കിന് അവിടെ ഇവിടെയൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കിയൊക്കെ അവൻ ഒട്ടിക്കാനുണ്ട്. പക്ഷേ എനിക്ക് ആ മേളിലൊക്കെ ഒട്ടിച്ചപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു വാഷ് ബേസിൻ്റെ ഈ ഒരു ഏരിയയില്ലേ, സിങ്കിൻ്റെ അവിടെയൊക്കെ ഭയങ്കര വൃത്തിയായിട്ട് കിടക്കണേ. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയും കൂടി ഒട്ടിച്ച് നല്ല വൃത്തിയാക്കാമെന്നൊക്കെ വിചാരിച്ച്, പക്ഷേ ബാക്കി ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് പെട്ടെന്ന് തന്നെ ഇത് ഒട്ടിക്കാം കേട്ടോ. അതിൻ്റെ ബാക്കിൽ സ്റ്റിക്കറല്ലേ, അപ്പോൾ ഇത് പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പം ഫൈനലി ആ ഒരു ഡോർ നല്ല വൃത്തിയായിട്ട് കിട്ടി കേട്ടോ. ഇത് നമ്മുടെ റെൻ്റ് ഹൗസാണ്, എന്നാലും ചോദിച്ചിട്ടൊന്നുമില്ല ഇങ്ങനെ ഒട്ടിച്ചോട്ടേന്ന്. പക്ഷെ അവർ വഴക്ക് പറയില്ലായിരിക്കും, കാരണം വാതിൽ ഭംഗിയായില്ലേ. ബാക്കി ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു ഏരിയയിൽ ഒട്ടിക്കാനുണ്ടായില്ല. ഭാവിക്കുട്ടൻ അവിടെ അതിൻ്റെ മേളിൽ കയറി ഞങ്ങളുടെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു വാഷ് ബേസിൻ്റെ മേളിൽ വെക്കണ ഈ ഒരു കണ്ണാടി ഉണ്ടല്ലോ, അതും ഒരു അലമ്പായിട്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി അന്നെങ്കിൽ പിന്നെ ഈ ഇത്തിരിയുള്ള കുറച്ച് ബാക്കിയുള്ള ഉണ്ടായിരുന്നല്ലോ, അത് ഇതിൻ്റെ സൈഡ് ഒട്ടിച്ചൊന്ന് ഭംഗിയാക്കി എടുക്കാമെന്ന്. അങ്ങനെ ഞാൻ അളവെടുക്കാനും വെട്ടാനൊക്കെ തുടങ്ങി. അതൊക്കെ കണ്ട പ്രൊഫഷണലായിട്ട് എന്താ അറിയാവുന്ന പോലെ ചെയ്യണമെന്ന് വിചാരിക്കും. പക്ഷേ ഒരിക്കലും ഇല്ല, എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ. അത്രയും പെർഫെക്റ്റും അല്ലായിരുന്നു ഞാൻ ചെയ്തിട്ട് കേട്ടോ. ഒരു കണക്കിന് എങ്ങനെയൊക്കെയോ വെട്ടും ഒട്ടിക്കും, പിന്നെ അത് പൊളിച്ച് കളയും, പിന്നെയും വെട്ടും ഒട്ടിക്കും, ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഞാൻ ഒരു വിധത്തിൽ 4 സൈഡും നല്ലപോലെ കട്ട് ചെയ്ത് അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ ഒന്ന് മേനയാക്കി എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒട്ടിച്ച് ആദ്യം 2 സൈഡും ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി വന്ന ഭാഗം കുറച്ചിങ്ങനെ ചെറിയ ഒരു എഡ്ജൊന്ന് സെറ്റാക്കി ഒന്ന് വെട്ടിയെടുത്തിട്ട് അത് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയൊക്കെയോ ഇതൊക്കെ ചെയ്തു. അപ്പോൾ എൻ്റെ അനിയൻ വന്ന് പറയണ്ടേ, എടി ഇത് ഇങ്ങനെയല്ല, ഇത് വൃത്തിയായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ പറയും ഇങ്ങനെയൊക്കെ മതിയിടാ, ഇതൊക്കെ മതി ഇപ്പോൾ തൽക്കാലം എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ഞാൻ അങ്ങോട്ട് അതും കൂടി അങ്ങനെ നൈസായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് തൃപ്തിയായില്ല. അങ്ങനെ ഇവിടെ മാത്രം പോരാ, സൈഡിലും കൂടി ഒട്ടിച്ച് കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ആ സൈഡും കൂടിയൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ എഡ്ജിയും കോർണറൊക്കെ ഇല്ലേ, അതൊന്നും വൃത്തിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടിങ്ങനെ അതിൻ്റെ 4 സൈഡിലും ഇങ്ങനെ വെച്ച് കൊടുത്ത് നോക്കി. പക്ഷെ അത് അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റായിട്ടൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, കാണുമ്പോൾ ഒരു ചന്തമൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ ആ സൈഡിൽ ആ ഒരു പോർഷനും കൂടി ഒന്ന് കവർ ചെയ്തെടുത്ത് കേട്ടോ. അപ്പോൾ തരക്കേടില്ലാത്ത രീതിയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ കളറാണെങ്കിലും അത് ഒട്ടിച്ചേക്കണം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ പേപ്പറിൽ സിങ്കിൻ്റെ മേളിൽ വെക്കണതല്ലേ, പേപ്പർ ഒട്ടിച്ചിട്ട് വല്ല കാര്യം ഉണ്ടാകുമെന്ന് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഇതിൽ വെള്ളം വീണാലും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ്ങൊക്കെ പോലെയൊക്കെ ഉള്ളതുകൊണ്ടിട്ട് ഇതിൽ വെള്ളം വീണാലും വലിയ സീനില്ല. അപ്പോൾ എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനത് അവിടെ കൊണ്ട് വെച്ച് നോക്കി. നല്ലതായിരുന്നു കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടെ. അത്ര അങ്ങോട്ട് ആഡംബരമായിട്ടില്ലെങ്കിലും നല്ലൊരു മേനയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വിട്ടില്ല, കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. ഞാനതിങ്ങനെ ഈ ഒരു പ്ലാസ്റ്റിക് ടിന്നിന് കവർ ചെയ്ത് വെച്ചു. നല്ലതായിട്ടില്ലേ? ബബിക്കുട്ടൻ്റെ അമ്മ എന്താ ഇത്രയ്ക്ക് ചീപ്പാണോ അല്ലെങ്കിൽ ഇത്രയ്ക്ക് പിശിക്കാണോ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. ഒരിക്കലും അല്ല ഗൈസ്. എനിക്കതിൻ്റെ ആ ഭംഗി കണ്ടിട്ട് കളയാൻ വേണ്ടി തോന്നിയില്ല. ആ ഒരു ലീഫിൻ്റെ ആ ഒരു ഭംഗി, ആ ഒരു അടിപൊളിയല്ലേ. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അതിലും കൂടി അങ്ങോട്ട് ഒട്ടിച്ച് കൊടുത്ത് എനിക്ക് അങ്ങോട്ട് സന്തോഷമായി. ഒരു തുള്ളി പോലും ഞാൻ വേസ്റ്റാക്കിയില്ല. അങ്ങനെ കണ്ണാടിയുടെ മുമ്പിൽ വന്ന് അതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചു.
കൊള്ളാമല്ലേ? സന്തോഷമായി. എന്നിട്ട് ചിരിയൊക്കെ പാസ്സാക്കി അങ്ങനെ ഞാൻ അവിടെ നിന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് അടിക്കണം കേട്ടോ. ടാറ്റാ.